എന്താണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ്? ശരിക്കും KCBയുടെ ഒരു നോക്കുകൂലിയാണോ ഗ്രിഡ് സപ്പോർട്ട് ചാർജ്? വൈദ്യുതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുതിയ സോളാറിന്റെ റെഗുലേഷനും അത് എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ വന്നത് എന്നുള്ളത് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ റെഗുലേഷനിൽ തന്നെയുള്ള ഒരു വാക്കാണ് നോക്കുന്നത്, ഗ്രിഡ് സപ്പോർട്ട് ചാർജ്. എന്താണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ്, അല്ലെങ്കിൽ എന്തിനാണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ്? സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റുകൾക്കും കൊടുക്കേണ്ടി വരുന്ന ചാർജാണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറയുന്നത്. നിലവിലെ റെഗുലേഷനിൽ ഓരോ യൂണിറ്റിനും ഓരോ രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു 5 കിലോവാട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വീട്ടിൽ ശരാശരി ഒരു 600 യൂണിറ്റ് ജനറേഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 50% ഉപയോഗം കഴിഞ്ഞ് ബാക്കി 300 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്താൽ ഓരോ യൂണിറ്റിനും ഓരോ രൂപ വെച്ച് 300 രൂപ മാസം അടയ്ക്കേണ്ടി വരും. എന്നാൽ എന്തിനാണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ്? നിലവിലെ ബില്ലിംഗ് രീതിയിലുള്ള മാറ്റത്തിന് പുറമെയാണ് ഈ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോളാർ സൈഡിൽ അല്ലെങ്കിൽ സോളാർ എക്സ്പോർട്ട് സൈഡിൽ വരുന്ന സർവീസസ് ആയ ബാലൻസിങ്, ബാങ്കിങ്, വീലിംഗ് തുടങ്ങിയവർക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫെയർ ചാർജ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എങ്ങനെ കുറയ്ക്കാം? സോളാർ പവർ മാക്സിമം നമ്മൾ ഡേ ടൈമിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ്, അല്ലെങ്കിൽ EV ചാർജിങ്, ഇതെല്ലാം ഡേ ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ഇല്ലാതെ മാക്സിമം സോളാർ പവർ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് പീക്ക് ടൈമിലായി രാത്രി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് KCB എന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കുവാനും കൂടാതെ KCB പീക്ക് ടൈമിലെ എക്സ്പോർട്ടിന് അധിക തുകയാണ് തരുന്നത്. അതിന്റെ ബെനിഫിറ്റും നമുക്ക് ഇതിലൂടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും.